യോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീരീസ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് സക്സസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സക്സസ് അക്കംപ്ലിഷ് ചെയ്യാം. കാരണം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ കുറച്ചും കൂടി പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, അത് മൈൻഡ് സെറ്റ്, നമ്മൾ ചെയ്യേണ്ട രീതികൾ, നമ്മൾ മാറ്റം വരുത്തേണ്ട രീതികൾ, ചില പെർസ്പെക്റ്റീവ് മാറ്റങ്ങൾ വരുത്തേണ്ട രീതികൾ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരു സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ തന്നെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. അപ്പം പിന്നെ സക്സസ്, ലോ ഓഫ് അട്രാക്ഷൻ, പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം നോക്കുമ്പോൾ ഇത് ചിലർക്കൊരു കോൺട്രഡിക്ടറി ആയി തോന്നും. പക്ഷേ നമ്മളെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് മാത്രം നടക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെയാവും. കാരണം 21st സെഞ്ച്വറിയിൽ നമ്മൾ സ്പിരിച്വൽ പാത്തിൽ ലീഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബാങ്ക് ബാലൻസ് നമുക്ക് വേണം. അപ്പം അത് നമ്മളൊരു മോശപ്പെട്ട കാര്യം, സക്സസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മെറ്റീരിയലൈസേഷൻ ആ ലെവലിലേക്ക് പോകുന്ന ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഒരിക്കലും നമ്മൾ കരുതുകയേ വേണ്ട. അതുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ, കാരണം നമ്മുടെ മാസ്റ്ററൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ, റൈറ്റ് പീപ്പിളിൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ട് ഫണ്ട് അല്ലെങ്കിൽ മണി വേണം, എന്നാലാണ് അവർ ഒരുപാട് ചാരിറ്റി ചെയ്യുക, ഒരുപാട് നല്ല നല്ല സർവീസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇനഫ് ക്യാപിറ്റൽ വേണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം, നമുക്ക് ഒരുപാട് ചാരിറ്റി ചെയ്യണം, നമുക്ക് ഒരുപാട് കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസം സഹായിക്കും, ഇങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനായിട്ട് നമ്മളെ മര്യാദയ്ക്കുള്ളൊരു ജീവിത രീതിക്കുള്ള ഫണ്ട് പോലും നമുക്ക് ഇല്ലെങ്കിൽ, അപ്പോൾ അത് വെറും ഒരു നെയിം സേക്കിന് പറയുന്ന പോലെ ആ രീതിയിലായി പോകും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ പവർഫുൾ ആവണം, നമ്മൾ ഉയരണം, നമ്മൾ ആ പ്രാക്ടീസസ് ചെയ്യണം. അത് ദിവസം 1 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ പരിപാടിയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലൈഫിലും നമ്മുടെ പാഷൻ, നമ്മുടെ സക്സസ്, അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ലോകത്തിനെ ആൾക്കാർ കാണുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. ചില ആൾക്കാർ ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ കാണുക, ചില ആൾക്കാർ അതിൻ്റെ മുടക്കം മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എവിടെയെങ്കിലും നല്ല ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഒരാൾ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്, നമുക്ക് പോയി കഴിക്കാം എന്നുള്ള രീതിയിലാണ്. മറ്റേ ആൾ ചിലപ്പോൾ പറയുക, എമ്മാരി ക്യൂ ആണ്, ഇത്രയും ക്യൂ ഒക്കെ നിൽക്കണ്ടേ. ഒരാൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി, മറ്റേ ആൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുടക്കം, അതിൽ ക്യൂ, ഇത്രയും വലിയ ക്യൂ ആണല്ലോ, എത്ര സമയം പോകും, ആ രീതിയിൽ. അപ്പം അത് 2 പെർസ്പെക്റ്റീവാണ്, 2 ആൾക്കാരുടെ ചിന്താഗതിയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ഫൈനൽ ടാർഗറ്റിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് വരാനായിട്ട് നമ്മൾ ഈ മുടക്കങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മുടക്കങ്ങളിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കാം നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തീരുമാനിക്കണം, നമ്മളത് ഗോളിൽ വേണോ നമ്മൾ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ബാരിയേഴ്സിലാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് ആലോചിക്കുക. അപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഓരോ മുടക്കങ്ങളാണ്. അത് നമ്മളെ ചൈൽഡ്ഹുഡായിട്ടും നമ്മൾ വളർന്നു വന്ന രീതികളായിട്ടൊക്കെ ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതാണ്. അതൊക്കെയാണ് നമ്മളെ മൈൻഡ് സെറ്റിൽ പെടുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യുക. പിന്നെ നമ്മൾ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഒരു മെഗാ സക്സസ് ആണ്. അങ്ങനെയാകുമ്പോൾ എല്ലാവരും സക്സസ് ആവേണ്ടതല്ലേ. പല ആൾക്കാരും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലൊരു മൗണ്ടെയിൻ, നമ്മുടെ മുന്നിൽ വലിയ മൗണ്ടെയിൻ, ആ മൗണ്ടെയിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള സംഭവം നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ കിടക്കുന്ന വലിയൊരു മൗണ്ടെയിൻ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും എത്താറില്ല. അപ്പോൾ ആ സംഭവം ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എങ്ങനെ എത്തും, ആ ടോപ്പിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ഒരു ഇംപേഷ്യൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പരിപാടി ക്വിറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് പല ആൾക്കാരും പല വെഞ്ചേഴ്സ്, പല ബിസിനസ്സസ്, പല കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ അത് ക്വിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് കൊടുക്കണം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മൗണ്ടെയിൻ നമ്മൾ ക്ലൈം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വരികയാണെങ്കിൽ നിങ്ങളൊരു യുണീക്ക് പാത്താണ് നിങ്ങൾ എടുക്കുന്നത് പറയാം. അത് നിങ്ങളൊരു ക്രൗഡിനെ ഫോളോ ചെയ്യുന്നില്ല എന്ന് വേണം പറയാം. കാരണം ഒരു മെഗാ സക്സസ്സിലേക്ക് എത്തിയ ആൾക്കാർ, സ്വന്തമായൊരു വഴിവെട്ടുന്ന ആൾക്കാരെന്ന രീതിയിൽ വേണം പറയാം. അത് അവരിപ്പം ടിപ്പിക്കലായിട്ട് ഒരു ക്രൗഡ് പോകുന്ന രീതിയിലല്ല, അവരത് മാറ്റി ചിന്തിക്കും. കാരണം അവർ പോകുന്ന വഴി ചിലപ്പം ആരും ആ ഡയറക്ഷനിൽ പോയിട്ടുണ്ടാവില്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾക്കത് പോകണമെങ്കിൽ ഒരുപാടധികം ധൈര്യം ആവശ്യമാണ്. അപ്പം അത് വേണം, അതിന് ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ അതിലിരുന്ന് അതിൻ്റെ വിഷൻ എന്താണെന്ന് നോക്കി അത് നിങ്ങൾ മൈൻഡിൽ വർക്കൗട്ട് ചെയ്യണം. കഴിയുന്നതും കാര്യങ്ങൾ എഴുതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണം.
അതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടും. ചിലപ്പം അത് നിങ്ങൾക്ക് മാത്രമായിട്ട് തന്ന ഐഡിയ ആയിരിക്കാം. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട എല്ലാ ചുമതലയും നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ പറയാച്ചുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. കാരണം യൂണിവേഴ്സ് ലൈക്ക് സ്പീഡ് എന്നൊക്കെ പറയും. അപ്പോൾ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് പെർഫെക്ഷൻ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്ഷനായ ആ രീതിയിൽ ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഈ ആൽക്കമിസ്റ്റ് പ്രോ എന്നുള്ള പേരെന്താണ്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു പേജ് തുടങ്ങണം തോന്നിയ സമയത്ത് സ്പോട്ടിലൊരു പേരിട്ട് അങ്ങോട്ട് തുടങ്ങി. അതിൽ കുറച്ച് ദിവസങ്ങൾ ആലോചിച്ചൊരു പേര് കണ്ട് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ നിന്നില്ല. പിന്നെ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഭാവിയിൽ അത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ അത് തുടങ്ങുക എന്ന സംഭവം അത് ഒരു സ്പീഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന കാര്യം. കാരണം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ സക്സസ് ആയ അധികം ആൾക്കാർ സ്പീഡായിട്ടാണ് ഡിസിഷൻ എടുക്കുക. അവരവരുടെ ഡിസിഷൻ മാറ്റാൻ വളരെ സ്ലോ ആയിട്ടും ചെയ്യും. പക്ഷേ അധികം സക്സസ് ആവാത്ത ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ സ്ലോ ആയിരിക്കും. കുറേ കാലം നീട്ടി വലിച്ച് റബ്ബർ ബാൻഡ് പോലെ ആക്കും. എന്നിട്ടേക്കും ചിലപ്പോൾ ഒരു ഡിസിഷൻ അങ്ങോട്ട് എടുക്കുക. പക്ഷെ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ ഡിസിഷൻ മാറ്റാൻ വളരെ സ്പീഡായിട്ട് മാറ്റുകയും ചെയ്യും. അപ്പം 2 മൈൻഡ് സെറ്റ് 2 അപ്രോച്ച് തന്നെയാണ് അതിൽ കാര്യം. പിന്നെ നമ്മളങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം എന്ത് സംഭവത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് അതിനുള്ള ഒബ്സ്ട്രക്ഷൻസ്, അതിനുള്ള മുന്നിലുള്ള വിഘ്നങ്ങളൊക്കെ പൊന്തി വരിക. ആ വിഘ്നങ്ങളും ഒബ്സ്ട്രക്ഷൻസും പൊന്തി വരുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇതിൽ ഇറങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഇറങ്ങാത്ത ആൾക്കാരുടെ മുന്നിലേക്ക് ഒരു വിഘ്നങ്ങളും ഒബ്സ്ട്രക്ഷൻസും ഒന്നും തന്നെ പൊന്തി വരാൻ പോണില്ല. അപ്പം ഇപ്പം തന്നെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ പിന്നെ പഠിക്കും. ഒരു നെറ്റ്വർക്ക് ഒരുപാട് പല ആൾക്കാരും കണക്ഷൻ പല രീതിയിലുള്ള അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഇപ്പോൾ നിങ്ങളെല്ലാം പെർഫെക്ഷനായിട്ട് പോയി ഫ്യൂച്ചർ തുടങ്ങുന്ന അതിലേക്ക് നമ്മൾ ആ ടൈമിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ സ്കില്ലുണ്ടാവാം, എക്സ്പീരിയൻസ് ഉണ്ടാവാം, നല്ല നെറ്റ്വർക്ക് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സംഭവം സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ കിട്ടുന്നൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പല ആൾക്കാർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സക്സസ്സിന് വേണ്ടി സ്വന്തമായിട്ടൊരു വെഞ്ചർ, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പ്രഷർ അനുഭവപ്പെടാം. ഭയങ്കര ഒരു പേടി, നെർവസ്നെസ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പം അതിൽ സ്റ്റേജ് ഫിയർ, ഇപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റേജിൽ അങ്ങനെ കയറാത്ത ഒരാളെ പിടിച്ച് കയറ്റുകയാണെങ്കിൽ ഒരു ആ സംഭവം പെട്ടെന്ന് ക്ലിക്കാവും. പെട്ടെന്നൊരു നെർവസ്നെസ് എല്ലാം കൂടി ഒരു സംഭവം വരും. അപ്പം ഞാനും അങ്ങനെ തന്നെ വന്ന ആളാണ്. എനിക്ക് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് കൊല്ലുന്നതിന് സമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീഡിയോ എടുക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിലും അതും ഇതുപോലെ തന്നെ വളരെ ക്ഷീണം. ഇപ്പം അടിപൊളിയാണെന്നല്ല, പക്ഷെ എന്നാലും എന്നോട് തന്നെയുള്ള കോമ്പറ്റീഷനിൽ ഞാൻ എത്രയോ ബെറ്ററായി എന്നൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ആദ്യത്തെ ക്ഷീണമായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ ഈ ഒരു പേടി എന്നുള്ള സംഭവം അതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണാം. ഇപ്പം നമ്മളങ്ങനെ ഇപ്പോൾ നമ്മളോരോ കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് ഓരോരുത്തർ ചോദിക്കാം, ചിലപ്പം ഈ ടി വിക്കാരൊക്കെ ഒന്ന് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെ നിങ്ങൾ പേടിയുണ്ടോ, അങ്ങനെ എക്സൈറ്റഡ് ആണോ? അപ്പോൾ ഒരു അധികം ആൾക്കാർ പറഞ്ഞു ഞാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ ഒരു ഡയമെൻഷനിൽ നോക്കുന്ന സമയത്ത് ഈ എക്സൈറ്റ്മെൻറ്റും ഈ ഒരു പേടിയും നെർവസ്നെസ്സിൻ്റെയും രണ്ടും ഒരേ കോയിൻ്റെ 2 സൈഡ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു സംഭവം തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റി, നമ്മുടെ പേടി വരുന്ന ആ ഒരു സംഭവം തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റി അതൊരു എക്സൈറ്റ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പം നമ്മൾ വേറൊരു ലെവലിലേക്കാണ് നമ്മൾ മാറുന്നത്, വേറൊരു ലെവലിലേക്കാണ് നമ്മൾ ഉയരുന്നത്. അപ്പോൾ അത് സെയിം സംഭവം തന്നെയാണ്, സെയിം പേടി തന്നെയാണ്. പക്ഷെ നമ്മളത് കാണുന്ന രീതി, നമ്മളത് നോക്കുന്ന രീതി, ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന രീതിയിൽ, അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് അത് കൺവേർട്ട് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കഥ തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ 18th സെഞ്ച്വറി നടന്ന സംഭവമാണ്. 18th സെഞ്ച്വറി ടൈമിൽ ഒരു ഫീവർ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ഡെത്ത് ഓഫ് ചൈൽഡ് ബെഡ് എന്ന ടൈപ്പ് ഫീവർ. അതുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയെ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, ഡെലിവറി കഴിഞ്ഞ് 48 മണിക്കൂറാവുന്ന സമയത്ത് ആ സ്ത്രീ മരണപ്പെടാനുള്ള സാധ്യത. അപ്പം അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു മരണപ്പെടുകയുണ്ടായി.
അപ്പം അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അവർ കാരണം അന്നത്തെ കാലഘട്ടമാണല്ലോ, അപ്പോൾ അത് കുറേ അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കി. കാരണം ഡോക്ടേഴ്സ് എല്ലാം ഓരോ രീതിയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിൽക്കാലത്ത് വേറൊരു ഡോക്ടർ ഒലിവർ ഹോംസ് അങ്ങനെ കണ്ടെത്തി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെലിവറി എടുക്കുന്ന ഈ സെയിം ഡോക്ടേഴ്സ് രാവിലെ ഓട്ടോപ്സീസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൈകൾ കഴുകാതെ ഈ ഒരു ഡെലിവറി എടുക്കുക അങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്ന സമയത്താണ് അവിടെ വൈറസ് ബാധ വരാനും ആ സ്ത്രീകൾ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാളെ തുറന്നു പറഞ്ഞു, പക്ഷേ കുറച്ച് എതിർപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നെ അത് റിയാലിറ്റിയിലേക്ക് മനസ്സിലായി. കാരണം ജസ്റ്റ് ഈ ഡോക്ടർമാർ ഒന്ന് കൈകൾ വാഷ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രശ്നം അവിടെ ഇല്ലാണ്ടാവും, ഈ ഒരു വലിയൊരു മഹാമാരി അവിടെ ഇല്ലാണ്ടാവുകയാണ്. അപ്പം അത് മനസ്സിലാക്കി ആക്ഷൻ എടുക്കാനുള്ളൊരു സംഭവം. കാരണം അവരുടെ കൈ വാഷ് ചെയ്യുക, അവരുടെ എന്താ പറയുക, അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക, സംഭവം ചെയ്യുന്നതോടെ ആ ഒരു സംഭവത്തിന് സൊല്യൂഷൻ കിട്ടുകയാണ്. ഇപ്പം നമ്മുടെ കാര്യത്തിലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചില കാര്യങ്ങളിൽ നമ്മളായിരിക്കാം പ്രശ്നം നമ്മുടേതാവാം. അതൊരു തേർഡ് പേഴ്സൺ ലെവലിൽ നമ്മൾ ചിന്തിക്കണം. എന്താണ് പ്രശ്നം? ഞാൻ തന്നെയാണോ ഇനി ശരിക്കും പ്രശ്നം? അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ. അപ്പം അതിന് സെൽഫ് അവെയർനെസ്, അത് നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് ഒരു മെഡിറ്റേഷൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ നമ്മൾ നടത്തണം. ഒരു ക്രോസ് വിസ്താരം നമുക്കെന്നെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ അക്കൗണ്ടബിലിറ്റി എടുക്കുക. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായ സംഭവം തന്നെയാണ്. അതിന് നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത്, കാരണം ഇതല്ല അവസാനം, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പം അതിനുള്ള രീതിയിൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് സക്സസ്സിന് വേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ്. പാഷനെ കുറിച്ച് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാഷൻ, എന്താണ് പാഷൻ, ആ സംഭവത്തിനെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങളതിൽ ജോയ് കണ്ടെത്തുന്നു. എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പാഷനാണെന്ന് വേണം പറയാം. പക്ഷെ അത് കുറേ ആൾക്കാരുണ്ട്. കാരണം ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നതിനെ കേട്ടിട്ട്, കാരണം ഞാൻ ഓഫീസിൽ വേറൊരാളാണ്, വീട്ടിൽ വേറൊരാളാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ എവിടെയോ നിങ്ങൾ കള്ളത്തരം പറയുകയാണ്. ഏതോ സ്ഥലത്ത് നിങ്ങൾ കാരണം ഒരു മനുഷ്യൻ എപ്പോഴും ഒരുപോലെയാണ്, നമ്മളെന്താണോ അത് തന്നെയാണ് എപ്പോഴും. അപ്പം അത് നിങ്ങൾ ഇതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ എവിടെയോ ഒരു കള്ളത്തരം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഒരു സോൾ പർപ്പസ് ലെവലിൽ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് ജീവിക്കാനാണ് നമ്മളിവിടെ വന്നത്. അതിൽ നമ്മൾ ചെയ്യുക, അതിൽ നമ്മൾ ഹാപ്പി ആവുക, ആ ഒരു ജോയ് വരിക, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ലൈഫ്. അല്ലെങ്കിൽ ജീവിക്കാം, ഒരു യന്ത്രം പോലെ ചിലപ്പോഴായി പോവാം. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, ഇതായിരുന്നോ ലൈഫ്, ഇതെന്താണിപ്പം, അങ്ങനത്തെ ഓരോ ചിന്തകളിലേക്ക് നമ്മൾ തള്ളിവിട്ടു പോവാം. അപ്പോൾ അക്സെപ്റ്റ് യു, അത് ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ ഇതൊരു അപ്രിയ സത്യങ്ങളായിട്ട് എടുത്താൽ മതി. ഇപ്പം നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ അതിയായിട്ട് അതിൻ്റെ പിന്നാലെ ഹണ്ട് ചെയ്ത് പിടിച്ച് ഇതെന്താണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് അടിച്ചാൽ മതി. എന്ത് ചെയ്യുമ്പോഴായിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്കതൊരു വർക്ക് പോലെ അല്ല എന്ന് തോന്നിയത്, എന്ത് ചെയ്യുന്ന സമയത്താണ് അതിന് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കത് വളരെ ആനന്ദത്തോടെ ചെയ്യാൻ പറ്റും. ഈ സംഭവം എന്താണോ അത് കണ്ടുപിടിച്ചാൽ അതാണ് നിങ്ങളുടെ പാഷൻ. അത് ഞാൻ പറഞ്ഞു, അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പാഷനിലേക്ക് ചാടില്ല. അത് നിങ്ങളൊരു സൈഡ്, എന്താ പറയുക, പാസീവ് ലെവലിൽ നിങ്ങൾ കൊണ്ടുപോവുക. അവിടെ എങ്ങനെയെങ്കിലും ആ പാഷനിലൂടെ, കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ചെയ്യുന്നതിൽ നമുക്കാരെങ്കിലും പൈസയും കൂടി തരികയാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കതാണ് നമ്മുടെ പാഷൻ. നമ്മളൊരു ഇൻകം ഉണ്ടാക്കുമ്പോൾ ലൈഫ് അടിപൊളി, ആ ലെവലിൽ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ നമ്മൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു സക്സസ് ലെവലിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു നല്ല ലീഡറാവും. നല്ല ലീഡേഴ്സിൻ്റെ മെയിൻ ക്വാളിറ്റി പറഞ്ഞാൽ അവർ അവസാനമേ സംസാരിക്കുകയുള്ളൂ. അപ്പം നമ്മളൊരു മീറ്റിംഗ് ഒക്കെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനമാണ് സത്യം പറഞ്ഞാൽ ഒരു ലീഡർ സംസാരിക്കുക. നമ്മൾ നെൽസൺ മണ്ടേലൊക്കെ ഏകദേശം ആ ഒരു ലെവലിലാണ്. കാരണം മൂപ്പര് ചെറിയ പ്രായത്തിൽ ആ സമയത്ത് മൂപ്പരുടെ ഫാദർ അവിടുത്തെ ഒരു ട്രൈബിൻ്റെ ഒക്കെ ഒരു ചീഫ് എന്ന ലെവലിലാണ്. അപ്പോൾ അവിടെ മൂപ്പരുടെ ഫാദറിനെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അവിടെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം അവസാനമാണ് നെൽസൺ മണ്ടേലയുടെ ഫാദർ സംസാരിക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ
നെൽസൺ മണ്ടേലയും ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം ലീഡേഴ്സ് അവസാനമാണ് സത്യം പറഞ്ഞ് സംസാരിക്കുക. അപ്പം അതിന് മുന്നേ നമ്മൾ മറ്റുള്ളവർ ഓരോ സംസാരിക്കുക, അതിന് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന സംഭവം വരയ്ക്ക് കിട്ടുക. അങ്ങനെ നമ്മൾ കോർത്തിണക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കൊണ്ട് നമുക്കൊരു സംഭവം പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അടിപൊളിയായ സംഭവം. അതിലൊരുപാട് ട്രസ്റ്റ്, ഒരുപാട് എന്താ പറയുക, ഒരുപാട് വാല്യൂ, എല്ലാ സംഭവവും അതിൽ ശക്തമായി പ്രകടമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡെസ്റ്റിനേഷനിലെത്തുന്ന സംഭവം മാത്രമല്ല, അത് നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഉള്ളൊരു വലിയൊരു പാത്ത് തന്നെയാണ് നമ്മുടെ സക്സസ്സിലേക്ക് പോണ പാത്ത്. അപ്പോൾ ആ പാത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. ആ ജേണി പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഈ ഒരു സക്സസിൻ്റെ സീരീസ് ഇനിയും ഒരുപാട് വീഡിയോസിൽ ചെയ്യണമെന്നുണ്ട്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ചെയ്യുന്നതിലല്ല, നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ ലൈഫിനെ കാണുന്ന രീതികൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിച്ചൊരു ലെവലിലേക്ക് നമുക്കൊരു എവല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഓർമ്മിക്കുക, ജേണി ഇസ് ദ റിവാർഡ്. നിങ്ങൾ അതിനെ ഇറങ്ങി തിരിച്ചാൽ മാത്രം മതി. നമ്മളുണ്ട് കൂടെ. ഓൾ ദി ബെസ്റ്റ്.